പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ. യഥാർത്ഥത്തിൽ ഞങ്ങൾ അറിയത്തില്ല, ഇത് എഴുതിയ ആളെ അറിയില്ല. പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിൻ ധനമൂർത്തിയേ. സ്വർണം കണ്ടവനാരപ്പ, സഖാക്കളാണേ അയ്യപ്പ. ലോഹം മാറ്റിയതാരപ്പ, സഖാക്കളാണേ അയ്യപ്പ. പോറ്റിയേ കേറ്റിയേ സ്വർണം ചമ്പായി മാറ്റിയേ. ഇപ്പം ട്രെൻഡായൊരു പാട്ട് എന്ന് പറഞ്ഞാൽ പോറ്റിയെ കേറ്റിയെ സ്വർണം ചമ്പായി മാറ്റിയെ. ഇപ്പോൾ എലക്ഷൻ വരുവാണ്. പിന്നെ അത് കൂടാതെ നമ്മളെ നാട്ടിലുള്ള മീഡിയകളും പത്രങ്ങളും എല്ലാ മീഡിയകളും ഇതിനെ പറ്റിയുള്ള ചർച്ചയാണ്. അങ്ങനെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ പറ്റിയിട്ട്. അപ്പോൾ ഇത്രയും കോടിക്കണക്കിന് വിശ്വാസികളുടെ ഒരു സ്ഥാപനത്തിൽ അവരുടെ ഒരു എന്താ പറയുക, അവരുടെ ആരാധനാലയത്തിലൊരു മോഷണം നടന്നു കഴിഞ്ഞാൽ അവർക്കെല്ലാം ഒരു മനസ്സിൻ്റെ വിഷമം ഉണ്ടാവില്ലേ? ആ വിഷമം നമ്മളൊന്നും നെഞ്ചേറ്റുന്നേ ഉള്ളൂ. വിശ്വാസം ഉണ്ടായാലും ഇല്ലെങ്കിലും വലിയൊരു സമൂഹത്തിൻ്റെ വിശ്വാസത്തിന് മുറിവേൽപ്പിക്കാറല്ലോ, അതിനെക്കുറിച്ച് എഴുതിയെന്നേ ഉള്ളൂ. അത് പിന്നെ ഞാൻ എഴുതി ഇറക്കിയപ്പോൾ ഇലക്ഷൻ കമ്മിറ്റിക്കാർ അതങ്ങ് ഏറ്റെടുത്തു. ഞാനല്ല അത് ഇറക്കിയത്, ഞാനത് എഴുതിയെന്നേ ഉള്ളൂ. ഞാനത് എഴുതിയിട്ട് അനീഫ മുടിക്കോട് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാൾ എന്നോട് പറഞ്ഞ് ഞാനിത് ഇറക്കാമെന്ന് പറഞ്ഞു. അയാൾക്ക് അയച്ചു കൊടുത്തു. അപ്പം ഞാൻ ഈ ട്യൂണ് തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ്. ഇതിൻ്റെ ഈണം ഉണ്ടല്ലോ, കാരണം ഇത് ഞാൻ പണ്ടേ അയ്യപ്പ ഭക്തിഗാനം അങ്ങനെ ഇവർ വണ്ടിയിൽ പോകുമ്പോൾ സ്വാമിയെ അയ്യപ്പോ എന്നുള്ളൊരു പാട്ടിങ്ങനെ വെച്ചൊരു ഓർമ്മയുണ്ട്. അവൻ ആ ട്യൂണിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ച് അങ്ങനെ അത് ഞാൻ അനീഫ മുടിക്കോട്ടെന്ന് പറഞ്ഞപ്പോൾ അനീഫ പറഞ്ഞ് ഇത് ഞാൻ പാടിച്ചേരാന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയുള്ളൊരു ഡാനിഷ് മലപ്പുറം എന്ന് പറഞ്ഞ ഒരാളുണ്ട്, മ്യൂസിഷ്യനാണ്. അയാളെ കൊണ്ട് അനീഫ പാടിച്ചു. അതിൻ്റെ ഓഡിയോ ഇറങ്ങിയാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സുബൈർ പന്തല്ലൂർ. അയാൾ എന്നെ വിളിച്ചു ചോദിച്ചു, ഈ പാട്ട് എനിക്ക് തരുമോ, ഞാനിങ്ങനെ എലക്ഷൻ പാട്ടെല്ലാം ചെയ്യാം, അപ്പോൾ എനിക്കിതിട്ടാൽ നമുക്ക് കുറേ വർക്കെല്ലാം കിട്ടും. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അപ്പോൾ അയാൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് പാട്ട് പാടണമല്ലോ, ഡബ് ചെയ്യണമല്ലോ, ഒരാൾ പാടിപ്പോയല്ലോ. അപ്പോൾ ഡാനിഷിനെ വിളിച്ചു നോക്കുമ്പോൾ അയാൾക്ക് സമയമില്ല. അപ്പോൾ നാസർ കൂട്ടിലങ്ങാടി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാളെ വിളിച്ചപ്പോൾ അയാൾ വന്ന് ഡബ് ചെയ്തു. പിന്നെ ഈ സുബൈർ പന്തല്ലൂർ സോഷ്യൽ മീഡിയയിൽ കുറച്ച് വൈറലുള്ള ആളാണ്, പാട്ടുകളിലും. ഞാൻ പറഞ്ഞ് അയാൾ ഇറക്കി അങ്ങനെ അതങ്ങ് കത്തിപ്പടരലെന്ന് പറഞ്ഞു വെച്ചാൽ അയ്യപ്പന്മാരെ മാലയിട്ട് പോകുന്ന ആൾക്കാരുണ്ടല്ലോ മണ്ഡലകാലത്തിൽ ശബരിമലക്ക് പോകുന്നത്, അവരുടെ വണ്ടിയിലും ഈ പാട്ട്, BJP-ക്കാരുടെ പ്രൊഫൈലും ഈ പാട്ട്, കോൺഗ്രസ്സുകാരുടെ പ്രൊഫൈലും ഈ പാട്ട്, മുസ്ലിം ലീഗുകാർ ഇടയ്ക്ക് സതീശൻ്റെ ഫോട്ടോല്ലാം വെച്ചിട്ട് ഈ 2 വരി കട്ട് ചെയ്തിട്ട് CPM-കാർ ഇറക്കി. ഇപ്പോൾ ഇന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞ് നിങ്ങളെ തൂലിക ഒരു ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനും കൂടിയും പറ്റുന്ന ജാതിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മൾ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനൊന്നുമില്ല. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ സങ്കടം കോഴിക്കോട് ജില്ലാ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റിനെ വിളിച്ചു. അയാൾ ബാലുശ്ശേരിക്കാരനാണ്. അയാൾ മൈൻഡേ ചെയ്തില്ല. ഒരിക്കൽ അയാൾ ഫോൺ എടുത്തു, പിന്നെ വിളിച്ചു നോക്കുമ്പോൾ യാതൊരു ഞാൻ വിളിക്കട്ടെ പറയട്ടെ അങ്ങനെ പറയുന്ന ആളെ നമ്മൾ പാട്ട് വെച്ച് നമ്മൾ അയാളെ വഴി എടുക്കണോ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ചില പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വായോട്ട് പെട്ടെന്ന് പാടാൻ പറ്റും. പക്ഷെ അതിൻ്റെ കൃത്യമായ റേഞ്ചിൽ വരണ്ടിട്ടുണ്ടെങ്കിൽ ഒരു സംഗീതജ്ഞനോ ഒരു പാട്ടുകാരനോ പാടണം, എന്നാൽ അതിനൊരു സുഖമുണ്ട്. ആ സുഖമാണ് ഈ പാട്ടിനെ വിജയിപ്പിച്ചത്. ഏകദേശം ഇവിടെയുള്ള എല്ലാ സോഷ്യൽ സംഘടനകൾക്കും തന്നെ അറിയാം. അതിൻ്റെ നേതാക്കന്മാരൊക്കെ വിളിച്ചു. ഇന്ന് നാട്ടിൽ നിന്ന് എല്ലാവരും ഒരുപാട് ആൾ ഇന്ന് ടെലിഫോൺ നിർത്താത്ത ടെലിഫോണാണ്. രാവിലെ 5 മണിക്ക് തന്നെ തുടങ്ങിക്കും വിളി. ഞാൻ വിഷ്ണുനാഥ് വിളിച്ചു. വിഷ്ണുനാഥിന് ഭയങ്കര ഇഷ്ടമായി എന്നോട്. അവർ പിന്നെ വന്നാൽ അവർ സ്വീകരണമുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളൊരു ആദരിക്കണമെന്നെല്ലാം പറഞ്ഞിട്ട് വിളിച്ചിരുന്നു. ഏതായാലും നിങ്ങളെ എന്നെ വിളിച്ചതിലും അറിഞ്ഞുകൂടാ തന്നെ ആകാംക്ഷപൂർവ്വം കേൾക്കുകയും കാണിച്ചുന്ന സംഗതിക്ക് ഒരുപാട് നന്ദി. സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണ്ണപ്പാളികൾ മാറ്റി